अचानक इतनी तेज धमाका हुआ कि मेरे लाइफ में इतनी तेज मैंने अपनी आवाज़ कभी नहीं सुना। धमाके के दहल पे मैं 3 बार गिरा हूँ, उठाऊँ फिर गिरा हूँ, तो ऐसे धरती फटने वाला है, इतनी तेज धमाका हुई है। ठीक है, तो मैं दुकान छोड़ करके एकदम से भागा। मेरे साथ भी बहुत सारी पब्लिक भागी, एक पे एक पब्लिक गिर रही थी। उस टाइम ऐसा लग रहा था कि हम कुछ पल में दूसरा धमाका हुआ था, हम मरने वाले हैं। ऐसा लग रहा कि हम बचने का चांस, ऐसा लग रहा कि मौत को मुंह से देख रहे हैं, इस तरह से नज़ारा था। तो मैं भाग करके साइकिल मार्केट में गया, वहाँ जा करके मैं एक कोल्ड ड्रिंक लिया। 2 बंदे को ने मेरे पे अच्छे से काबू किया, मेरे को समझाया कि हो तो फिर मेरे को रिलैक्स मिला। फिर मैं दोबारा यहाँ दुकान पे चाबी ले करके, ये चाबी दुकान की, मैं चाबी दुकान बंद करके फिर अब घर जा रहा हूँ। आपका? मेरा नाम राजधर पांडे। क्या हुआ सर, आप क्या बता पाएंगे कुछ? नहीं जी, हम कुछ नहीं, हम ये देखे, लपट देखा। हाँ। अपने छत से देखा, तभी मैं नीचे उतर के आया कि जरा देखूं कहाँ है। और तो पता नहीं किसी तरह की कोई आवाज़ आपने हाँ, सुनी? बहुत जोर आवाज आई, बिल्डिंग खिड़की हिल गई, खिड़की हिल गई। आपका घर कितना दूर है इस ये जगह रहा से? गुरुद्वारे के पास। എന്തായാലും ആ ദൃക്സാക്ഷികൾ അതിന്റെ വലിയ ഞെട്ടലിലാണ്. അതിലൊരാൾ പറഞ്ഞത് ജീവിതത്തിൽ ഇത്രയും വലിയൊരു ശബ്ദം ഇതുവരെ കേട്ടിട്ടില്ല, അമ്മാതിരി അത്ര വലിയ ഉഗ്ര ശബ്ദമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ചേട്ടൻ ഏറ്റവും ഒടുവിൽ സംസാരിച്ച ആളും പറയുന്നത് അങ്ങനെ ഒരു വലിയ സ്ഫോടനം അല്ലെങ്കിൽ ഒരു വലിയ ശബ്ദം കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ ഇപ്പോഴും വലിയ ഞെട്ടലിൽ തന്നെ അവർ പറയുന്നു. ഒരു മരണം എന്നുള്ളത് 2 മരണം എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മരണസംഖ്യ പതിയെ ഉയരുകയാണോ, അങ്ങനെ ഉയരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനേ കഴിയുന്നുള്ളൂ. എന്തായാലും കൂടുതൽ പേർക്ക് പരിക്കുണ്ടാകുമെന്നതിന് തർക്കം വേണ്ട എന്ന് പറഞ്ഞാൽ അത്രത്തോളം ജനബാഹുല്യമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇത്ര വലിയ സ്ഫോടനത്തിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കുണ്ടാകും. ആ പരിക്ക് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഗുരുതരമാകാതിരിക്കട്ടെ, മരണം ഉയരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഈ സങ്കടരാത്രി ആഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഉണ്ടായത് വലിയ സ്ഫോടനമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരു കാർ വലിയ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു. ആ കാറിൽ നിന്ന് തീ മറ്റു കാറുകളിലേക്ക് പടർന്നു. 3-4 കാറുകൾ കത്തിനശിച്ചു, ഓട്ടോകൾ കത്തിനശിച്ചു, കൂടുതൽ ആളുകൾക്ക് പരിക്കുണ്ട്, കടകളുടെ ഷട്ടറുകൾ പൊളിഞ്ഞു. ഈ